WWDC 26ൻ്റെ ഇവൻ്റ് എല്ലാവരും കണ്ടു കാണും. അതിനെപ്പറ്റിയുള്ള വീഡിയോ അല്ല ഇത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ iOS 26 റിലീസ് ചെയ്തായിരുന്നു, 27. അപ്പം അവർ പറഞ്ഞത് അത് നമ്മുടെ iPhone 11 വരെ കിട്ടും എന്നാണ് പറഞ്ഞത്. സോ അതിലൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ iPhone 11 2019 ഇറങ്ങിയ ഫോണാണ്. അതിൽ വരുന്നത് A13 ബയോണിക് ചിപ്പാണ്. അതൊരു 7 നാനോമീറ്റർ ചിപ്പാണ്. സോ ദ തിങ് ഈസ്, നിങ്ങളുടെ പ്രൈമറി ഫോൺ ഇപ്പോൾ iPhone 11 ആണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചിട്ട് ഒക്കെ ചെയ്യുക. ബിക്കോസ് അത് എത്രത്തോളം ഒരു സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുമെന്ന് അറിയത്തില്ല. അതിനകത്ത് 4 GB റാമേ ഉള്ളൂ. നിങ്ങളുടെ സെക്കൻഡറി ഫോണാണെങ്കിൽ നിങ്ങൾ അതിലിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്യുക. ബട്ട് നിങ്ങൾക്ക് ആ ഒരൊറ്റ ഫോൺ മാത്രമാണുള്ളെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. ബിക്കോസ് അത് 2019 തുടങ്ങിയ ഫോണാണ്, 7 കൊല്ലമായി. അപ്പോൾ അതിൻ്റെ ബാറ്ററി മോണോട്ടായിട്ടുണ്ടാവും, പ്രൊസസ്സർ GPU ഒക്കെ മോണോട്ടായിട്ടിരിക്കണമായിരിക്കും. ബട്ട് അതിൽ എത്രത്തോളം അതിൻ്റെ ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ടാവുന്ന ഡൗട്ട് ഉണ്ട്. സോ ഒന്ന് യൂട്യൂബിലൊക്കെ വരും കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ചെയ്തിട്ട്, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്നവർ സെക്കൻഡറി ആണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ iPhone 11 ഉള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കും, ചിലപ്പോൾ യൂസ്ഫുൾ ആയാലോ. അപ്പം ഉള്ളവർ ചെയ്തവർ കമൻറ്റ് ചെയ്യുക, ഓക്കെ എങ്ങനെ ഉണ്ടെന്ന്.